ഇത് അറിഞ്ഞില്ലെങ്കിൽ നിനക്കറിയാതെ തന്നെ മറ്റുള്ളവർ നിന്നെ കൺട്രോൾ ചെയ്യും. നിനക്ക് തോന്നുന്നത് നീ സ്ട്രോങ് ആണെന്നാണ്, പക്ഷേ ചില വാക്കുകൾ നിന്റെ മനസ്സ് ഹൈജാക്ക് ചെയ്യുന്നു. ശബ്ദമില്ലായ്മ ചിലപ്പോൾ ഏറ്റവും വലിയ ആയുധമാണ്. നിന്നെ വേദനിപ്പിച്ചത് അവരുടെ ശക്തിയല്ല, നിന്റെ റിയാക്ഷനായിരുന്നു. നിനക്കിപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ നീ തന്നെയാണ് നിന്റെ ജീവിതം നയിക്കുന്നതെന്ന്, അവിടെ തന്നെയാണ് നീ അറിയാതെ തന്നെ വഴിതെറ്റിയത്. ചില വാക്കുകൾ, ചില നിശബ്ദങ്ങൾ, ചില ചെറിയ പ്രതികരണങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് ഒരാളുടെ മനസ്സ് മറ്റൊരാൾ കയ്യിലെടുക്കുന്നത്. ഇന്ന് നീ ഇത് കാണുന്നത് യാദൃച്ഛികമല്ല. നിന്നെ അറിയാതെ തന്നെ നിന്നെ നയിക്കുന്ന ആ കയറുകൾ ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. നിനക്കായി, നിന്റെ മനസ്സിനായി, നിന്റെ സ്വാതന്ത്ര്യത്തിനായി. ലോകത്തിൽ ഏറ്റവും അപകടകരമായ ആയുധം കത്തിയല്ല, തോക്കല്ല, വാക്കുകളാണ്. വാക്കുകൾ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാം. മനസ്സിനെ നിയന്ത്രിച്ചാൽ മനുഷ്യനെ നിയന്ത്രിക്കാം. പലർക്കും അറിയില്ല അവർ കൺട്രോൾ ചെയ്യപ്പെടുകയാണ് എന്ന്. അവർക്ക് തോന്നുന്നത് ഞാൻ തന്നെ തീരുമാനിക്കുന്നു എന്നാണ്. പക്ഷേ തീരുമാനങ്ങൾ അവരുടേതല്ല. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ആദ്യത്തെ പാഠം: ആരെങ്കിലും നിന്നെ പ്രവോക്ക് ചെയ്യുമ്പോൾ നിശബ്ദനായിരിക്കുക. കോപം വരുന്നത് സ്വാഭാവികമാണ്, പക്ഷേ കോപം പുറത്തു വന്ന നിമിഷം നീ കൺട്രോൾ വിട്ടു. മാനിപ്പുലേറ്റർമാർ നിന്റെ കോപത്തിനായി കാത്തിരിക്കും, നിന്റെ റിയാക്ഷനായി കാത്തിരിക്കും. നീ ഷൗട്ട് ചെയ്താൽ അവർ ജയിച്ചു. നീ കാമാണെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആവും. കൺഫ്യൂഷനാണ് അവരുടെ വീക്ക്നെസ്. രണ്ടാമത്തെ സത്യം: വളരെ എക്സ്പ്ലെയിൻ ചെയ്യരുത്. എക്സ്പ്ലനേഷൻ കൂടുമ്പോൾ നിന്റെ പവർ കുറയും. സത്യം പറയാൻ ഒരിക്കൽ മതി. രണ്ടാമത് പറഞ്ഞാൽ നീ ഡൗട്ട് ചെയ്യപ്പെടും. മൂന്നാമത് പറഞ്ഞാൽ നീ ഗിൽട്ടിയായി തോന്നും. മാനിപ്പുലേറ്റർമാർ ഓവർ എക്സ്പ്ലനേഷനെ ഗിൽട്ടായി ഉപയോഗിക്കും. മൂന്നാമത്തെ പാഠം: ഇല്ല എന്ന് പറയാൻ പഠിക്കുക. കാരണം പറയാതെ. നിന്റെ ബൗണ്ടറി നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കടപ്പാടല്ല. നീ ഇല്ല പറഞ്ഞാൽ അത് മതിയാകണം. നാലാമത്തെ പാഠം: റിയാക്ഷൻ ഡിലേ ചെയ്യുക. ഉടനെ റിപ്ലൈ ചെയ്യരുത്. 5 സെക്കൻഡ് നിന്റെ ജീവിതം മാറ്റാം. പോസ് എന്നത് ഒരായുധമാണ്. പോസ് ഉള്ളവൻ കൺട്രോൾ ഉള്ളവനാണ്. അഞ്ചാമത്തെ പാഠം: ഡിഫെൻഡ് ചെയ്യുന്നത് നിർത്തുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുക. മാനിപ്പുലേറ്റർമാർ ക്വസ്റ്റ്യൻസിനെ പേടിക്കും. കാരണം ക്വസ്റ്റ്യൻസ് പവർ ഷിഫ്റ്റ് ചെയ്യും. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതെങ്ങനെ? ഇതെപ്പോൾ? ഈ ക്വസ്റ്റ്യൻസ് അവരെ നേക്കഡാക്കും. ആറാമത്തെ പാഠം: പ്രോമിസസ് നോക്കരുത്, പാറ്റേൺസ് നോക്കുക. വാക്കുകൾ ചീപ്പാണ്. എല്ലാവർക്കും വാക്കുണ്ട്, പക്ഷേ റെപ്പറ്റീഷൻ സത്യത്തെ പുറത്തെടുക്കും. ഒരു തവണ ചെയ്ത തെറ്റ് ആക്സിഡൻ്റ് ആയിരിക്കാം, പക്ഷേ വീണ്ടും വീണ്ടും അത് പാറ്റേൺ ആണ്. ഏഴാമത്തെ പാഠം: ബോഡി ലാംഗ്വേജ്. നിന്റെ ശരീരം നിന്റെ ശക്തി പറയണം. ഫിഡ്ജറ്റ് ചെയ്യരുത്, ഓവർ റിയാക്ട് ചെയ്യരുത്. കാം പോസ്ചർ ഫിയർ ഉണ്ടാക്കും. നിശബ്ദനായ മനുഷ്യൻ അപകടകരനാണ്. എട്ടാമത്തെ പാഠം: വിക്ടിം പ്ലേ ചെയ്യുന്നവരോട് ആർഗ്യൂ ചെയ്യരുത്. അവർക്ക് ട്രൂത്ത് വേണ്ട, അവർക്ക് സിമ്പതി വേണം. സിമ്പതി കിട്ടിയാൽ പവർ കിട്ടും. അവിടെ നിന്ന് നടന്നു മാറുക. വാക്കവേ ചെയ്യുന്നത് തോൽവിയല്ല, അത് ഇൻ്റലിജൻസ് ആണ്. ഒൻപതാമത്തെ പാഠം: അവരുടെ വാക്കുകൾ തിരിച്ചു പറയുക. നീ പറഞ്ഞത് ഇതാണല്ലോ, അത് അക്കൗണ്ടബിലിറ്റി ഫോഴ്സ് ചെയ്യും. അവർ പിന്നെ ട്വിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പത്താമത്തെ പാഠം: ടോൺ ശ്രദ്ധിക്കുക. വേർഡ്സ് അല്ല. എന്തു പറഞ്ഞു എന്നതല്ല, എങ്ങനെ പറഞ്ഞു എന്നതാണ്. ടോണാണ് ഹിഡൻ ട്രൂത്ത്. 11ാമത്തെ പാഠം: കള്ളം പറയുമ്പോൾ നിശബ്ദനായി നോക്കുക. സൈലൻസ് ലയേഴ്സിനെ തകർക്കും. അവർ സ്പേസ് ഫില്ല് ചെയ്യാൻ തങ്ങളെ തന്നെ എക്സ്പോസ് ചെയ്യും. 12ാമത്തെ പാഠം: ഗിൽറ്റ് ട്രിപ്പ് വന്നാൽ ഒരു ചോദ്യം മാത്രം: നിനക്ക് ഞാൻ എന്ത് ചെയ്യണം? അവിടെ മാനിപ്പുലേഷൻ പുറത്തുവരും. ഇവ ട്രിക്സ് അല്ല, ഇവ സർവൈവൽ സ്കിൽസാണ്. കാരണം ഈ ലോകം ഇന്നസെൻ്റ് അല്ല. എല്ലാവരും നല്ലവരുമല്ല. നല്ലവനായി ജീവിക്കാൻ ബുദ്ധിയുണ്ടാകണം. സൈലൻസ് പഠിക്കണം, ബൗണ്ടറി പഠിക്കണം, സെൽഫ് റെസ്പെക്റ്റ് പഠിക്കണം. നിനക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം മറ്റുള്ളവർ എഴുതും. കൺട്രോൾ നിനക്കുണ്ടെങ്കിൽ നിന്റെ ഫ്യൂച്ചർ നീ തന്നെ എഴുതും. ഇന്നു മുതൽ റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്യൂ. ഇന്നു മുതൽ ഫിയർ അല്ല, ക്ലാരിറ്റി തിരഞ്ഞെടുക്കൂ. ഇന്നു മുതൽ നിന്റെ മനസ്സ് നിന്റെ കയ്യിലാകണം. ഒരു നാൾ നീ തിരിച്ചു നോക്കും. നീ പറയിക്കും, ഞാൻ അന്ന് എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തു. അതാണ് റിയൽ പവർ. ഇത്രയും നാൾ നീ സഹിച്ചത് നിന്റെ ദുർബലത കൊണ്ടല്ല, നീ നല്ല മനസ്സുള്ള ഒരാളായതുകൊണ്ടാണ്. പക്ഷേ ഇന്നു മുതൽ ഓർക്കണം, നിന്റെ നല്ല മനസ്സ് ആരെങ്കിലും ചവിട്ടാൻ അനുവദിക്കേണ്ട ബാധ്യത നിനക്കില്ല. നിന്റെ നിശബ്ദം നിന്റെ ശക്തിയാണ്. നിന്റെ അതിരുകൾ നിന്റെ ആത്മഗൗരവമാണ്. ഒരു നാൾ നീ തിരിഞ്ഞു നോക്കി പറയും,
അന്ന് ഞാൻ എനിക്ക് വേണ്ടി നിന്നു. ആ നിമിഷം മുതൽ നിന്റെ ജീവിതം നിന്റെ കയ്യിൽ തന്നെയായിരിക്കും.